ഞാൻ ആരുടെ പേരാണോ ആരോപണമായിട്ട് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേര് സഹിതം ലൊക്കേഷനും സംവിധായകൻ്റെ പേരും ലൊക്കേഷനും അതിപ്പോൾ അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര്. തൽക്കാലം മീഡിയയുടെ മുമ്പിൽ, അത് വേറൊന്നുമല്ല, എൻ്റെ വീട്ടിൽ കുറച്ച് പ്രഷറുണ്ട്, അതുകൊണ്ട് പറയേണ്ടി വന്നാൽ പറയും. അവരെ ഒന്ന് കൺവിൻസ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യക്തിപരമായ നേട്ടത്തിനോ എന്തെങ്കിലും കാര്യത്തിനാണ് ഇത് സംസാരിക്കുക, ഈ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇതൊരിക്കലും ഒരു സോണിയ മൽഹാറിൻ്റെ വിഷയമല്ല. അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കും അറിയാം. ഇതൊരു പൊതുവായ നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പൊതുവെ സ്ത്രീകൾ പ്രത്യേകിച്ച് കലാരംഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തതാണ്. അപ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പം എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടോ എന്ന് മീഡിയ ചോദിച്ചപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയാനോ പറ്റില്ല. നടന്ന കാര്യമല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ നടന്ന കാര്യം ഒരാളെ ബാധിക്കുമെങ്കിൽ അതിന് സുഹൃത്തായാലും അച്ഛനായാലും അമ്മയായാലും പറഞ്ഞല്ലേ പറ്റൂ. അതാണ് ഈ പൈസ പറ്റിയിട്ട് കുറേ വിഷയങ്ങൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അത് ഇതിൽ മാത്രമല്ല, ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരാളല്ല, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ ചിതറ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഒരാളാണ്. ഞാൻ 12 വർഷമായിട്ട് ഈ തിരുവനന്തപുരത്ത് കൈമനം എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ 10-11 വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു നടിയാണ്. എന്നെക്കുറിച്ച് ഇത് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് കേട്ട് കാണും. പല മീഡിയയുടെ ഓഫീസിലും ഞാൻ കോടികൾ കൈപ്പറ്റുന്ന ആളായിട്ട് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോലും എനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1000 രൂപ തികച്ചുണ്ടാവില്ല. അതാണ് ഞാൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാൻ അർഹതയില്ലാത്ത 1 രൂപയും ഞാൻ ആരിൽ നിന്നും മേടിക്കില്ല. പിന്നെയാണോ എൻ്റെ മാനത്തിന് വില പറയുന്ന ഒരു കാര്യം സംസാരിച്ചിട്ട് ആളെന്ന് മേടിക്കുക. ഞാൻ 2 കോടി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടു. ഫുള്ള് കാണാനുള്ള സമയക്കുറവുണ്ട്. എന്നാലും ആളുകൾ പറയുന്ന അനുസരിച്ച് കാശ് വാങ്ങിയിട്ട് ആരോപണത്തിൽ നിന്ന് പിന്മാറി എന്നൊരു ഇതും, വേറൊരു നടനെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ നിഷേധിച്ചു എന്നും, അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല. മീഡിയ ഓരോന്ന് പറയുന്നു, ഞാനത് അല്ലാന്ന് ചില സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നത്, ഓരോരോ പേരുകൾ ചോദിക്കുമ്പോൾ ഞാൻ അല്ലാന്ന് പറയും. അത് നമ്മൾക്ക് ഇപ്പം എന്തിനാ ഹൈഡ് ചെയ്തിട്ടില്ലല്ലോ. ഹൈഡ് ചെയ്യുന്ന വെച്ചാൽ മീഡിയയുടെ മുമ്പിൽ എനിക്ക് ആ പേര് ചിലപ്പോൾ പറയേണ്ടി വന്നാൽ ഞാൻ പറയാം. എൻ്റെ വീട്ടുകാരെ ഇന്നും കൂടെ എനിക്കൊന്ന് കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് 2 ആൺകുട്ടികളാണ്. ഡയറക്റ്റ് വിളിക്കാതെ അർദ്ധരാത്രി 12:30 ദുബായ് നമ്പറിൽ നിന്നും DGP ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോള് വരുന്നുണ്ട്. രാത്രി 12:30 ശേഷം വരുന്ന കോള് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, പിന്നെ മീഡിയ ആരെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. രാവിലെ ഒന്ന് തിരിച്ച് വിളിച്ചപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല.